ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഗൂഗിൾ പേയിലെ ഉള്ള ഫീച്ചേഴ്സ് എല്ലാം ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തി തരും. പേയ്മെൻറ്റ് എങ്ങനെ ചെയ്യാം, നമുക്ക് ടി വി ഉണ്ടെങ്കിൽ ടി വിയിൽ എങ്ങനെ റീചാർജ് ചെയ്യാം, അഥവാ നമ്മൾ ഏതെങ്കിലും കടയിൽ പോയാൽ അവിടെ സ്കാൻ ചെയ്ത് എങ്ങനെ പൈസ അയക്കാം, എല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും നിങ്ങൾ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ നിങ്ങൾ ഗൂഗിൾ പേ ഡൗൺലോഡ് ചെയ്തില്ലെങ്കിൽ ഗൂഗിൾ പേ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാൻ സിമ്പിളാണ്. നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോറിൽ കയറിയതിന് ശേഷം അവിടെ ഗൂഗിൾ പേ എന്ന് സെർച്ച് ചെയ്താൽ അത് ഫസ്റ്റ് തന്നെ വരുന്നതായിരിക്കും ഗൂഗിൾ പേ. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഗൂഗിൾ പേയിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾ ഗൂഗിൾ പേയിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പേയ്മെൻറ്റിൽ 21 രൂപ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് വേണമെങ്കിൽ കയറാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായി നമ്മൾ ആദ്യം ഗൂഗിൾ പേ കയറ്റിയ ശേഷം ഗൂഗിൾ പേ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയാൽ നമ്മളോട് അവിടെ പറയും നമ്മുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ, അതായത് നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്ന് വിചാരിക്കൂ. ആ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്ത മൊബൈൽ നമ്പർ അവിടെ ആഡ് ചെയ്യുക. എന്നിട്ട് അവിടെ എന്താക്കുക, നമ്മൾ നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇമെയിൽ ചോദിക്കുക. അവിടെ ഇമെയിൽ നമ്മുടെ ഏതെങ്കിലും നല്ലൊരു ഇമെയിൽ അവിടെ കൊടുത്തതിന് ശേഷം അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുക്കുക. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണായി വെരിഫിക്കേഷൻ നടത്തും. ഒരു OTP ഒക്കെ വരും. നിങ്ങൾക്കിപ്പം ഇവിടെ ഇതാവുന്നത് കാണാം, വെരിഫിക്കേഷൻ ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ട്. ഇവിടെ ആക്റ്റീവ് മൈ അക്കൗണ്ട്, ഞാൻ ആദ്യം ലോഗിൻ ചെയ്തത് കാരണമാണ് ഇവിടെ ആക്റ്റീവ് മൈ അക്കൗണ്ട് എന്ന് എഴുതി കാണിക്കുന്നത്. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ OTP അടിക്കേണ്ടതായി വരും. എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. എന്നിട്ട് അവിടെ ആക്റ്റീവ് എന്ന അക്കൗണ്ട് ഞാൻ ക്ലിക്ക് ചെയ്താൽ എൻ്റെ ബാങ്ക് അവിടെ ആക്റ്റീവ് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മളവിടെ കുറേ എലോ ഒന്ന് പ്രസ് ചെയ്യണം. എന്താ വെച്ചാൽ നമുക്ക് ലൊക്കേഷന്, SMS, വെരിഫിക്കേഷൻ അങ്ങനെ കുറേ ഇതുണ്ട്. അപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യാൻ ആക്ടിവേഷൻ മൈ അക്കൗണ്ട്. അപ്പോൾ അവിടെ ടിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇതിൽ ആഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മോട് ചോദിക്കുന്നത് സ്ക്രീൻ ലോക്ക് ഉണ്ടെങ്കിൽ സ്ക്രീൻ ലോക്ക് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളായിട്ടൊരു 4 പിൻ നമുക്ക് വെക്കാമെന്നാണ്. അപ്പോൾ ഞാനിവിടെ ഗൂഗിളായിട്ട് 4 പിൻ വെക്കുന്നുണ്ട്. അത് നോക്കിയതിന് ശേഷം കണ്ടിന്യൂ നോക്കുന്നു. അപ്പോൾ നമുക്ക് ഏതെങ്കിലും 4 അക്കം അവിടെ അടിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു 4 അക്കം അടിക്കുന്നുണ്ട്. അടിച്ചതിന് ശേഷം നമ്മൾ നേരെ ലോഗിൻ ആവും. ഇനി ഞാൻ ഓരോ ഫീച്ചേഴ്സും പറഞ്ഞുതരാം. ആദ്യമായി നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ പോയതിന് ശേഷം നമുക്ക് അവിടെ പൈസ നമ്മുടെ കയ്യിലില്ല, പക്ഷെ നമ്മൾ ഫോണിൽ ഇൻ്റർനെറ്റൊക്കെ ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് കാണുന്ന ഈ സ്കാനർ അത് നോക്കിയതിന് ശേഷം അവരുടെ കടയിലൊരു സ്കാനർ ഉണ്ടാവും. അത് നമ്മൾ സ്കാൻ ചെയ്തതിന് ശേഷം പൈസ നമുക്ക് അയച്ചു കൊടുക്കാം. അങ്ങനെയാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേതായി നമുക്ക് ഫോണിലൂടെ തന്നെ വേറൊരാൾ ഗൂഗിൾ പേയിലേക്ക് പൈസ അയച്ചു കൊടുക്കാം. അത് വേറൊരു വഴി. പിന്നെ ബാങ്ക് ട്രാൻസ്ഫർ, നമ്മളിപ്പോൾ വേറെ കാനറ ബാങ്ക്, SBI ബാങ്ക്, അങ്ങനെ പലതരം ബാങ്കുകളുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ SBI ബാങ്കിൽ നിന്ന് കാനറ ബാങ്കിലേക്ക് പൈസകളെല്ലാം ഒപ്പം അയക്കണമുണ്ട് ബാങ്ക് ട്രാൻസ്ഫർ എന്നത്. അടുത്ത UPI പേയ്മെൻറ്റ്. UPI ID പറഞ്ഞാൽ ഒരു ID ഉണ്ടാവും. അത് മറ്റൊരാൾ നമുക്ക് അയച്ചു തന്നാൽ അതിലൂടെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ സെൽഫ് ട്രാൻസ്ഫർ, എന്നാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ നമുക്ക് അയക്കാം, അങ്ങനെ ഒരു പരിപാടിയുണ്ട്. പിന്നെ കുറേ ബില്ല് പേയ്മെൻറ്റ്, പിന്നെ മൊബൈൽ റീചാർജ്, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്യാനുണ്ട്. ക്രെഡിറ്റ് കാർഡ് എന്ന് വെച്ചാൽ നമ്മുടെ ATM കാർഡ് പോലത്തെ ഒരു കാർഡാണ്. പിന്നെ അതിനിപ്പുറത്ത് മൊബൈൽ റീചാർജ്, പിന്നെന്താ കേബിൾ, അതായത് നമ്മൾ TV ഒക്കെ ഉണ്ടെങ്കിൽ TV ഒക്കെ ആക്കാം. പിന്നെ ഉള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ മാർക്ക് ചെയ്യുന്നിടത്ത് ഓഫേഴ്സ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പലതരം ഓഫറുകളുണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഏൺ ചെയ്യാവുന്നതാണ്. 500 രൂപ, 1000 രൂപ ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. പിന്നെ ഏറ്റവും അടുത്ത് നോക്കിയാൽ നമ്മളെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനുണ്ട്. അവിടെ ബാങ്ക് അക്കൗണ്ട് അല്ല, ബാലൻസ് നോക്കാനുള്ളത്. ചിലക്കാൻ പോകുന്നതിൻ്റെ